കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്. എന്താ? കർച്ചീഫ്. ഈ കർച്ചീഫ് ഉപയോഗിച്ചുകൊണ്ടാണ് മാജിക്. കാരണം ഇത് പഠിക്കുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കർച്ചീഫ് ഉപയോഗിക്കുന്നത്. ചേച്ചി ഇവിടെ എടുക്കാം. 3 കർച്ചീഫ് ഉണ്ട്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കർച്ചീഫ് എടുക്കാം. ഇത് ഏത് വേണമെങ്കിലും എടുക്കാം. റൈറ്റ്. ഓക്കെ. ഇനി 3ാമത്തെ കർച്ചീഫ് ഇത് എനിക്കുള്ളതാണ്. നമുക്കിനി മാജിക്കിലേക്ക് കിടക്കാം. ആദ്യം ഇതാകില്ല. ഇനി ഇഷ്ടപ്പെട്ട ഓരോ സിസേഴ്സ് എടുക്കാനാകും. ചേച്ചിക്ക് ഒരു സിസേഴ്സ്. ഓൾറൈറ്റ്. ഇനി ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. ആദ്യം കർച്ചീഫ് വിടർത്താം. എന്നിട്ട് കർച്ചീഫ് ആദ്യം ലെഫ്റ്റിലേക്ക് പിടിക്കുക. കാരണം ശ്വേതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രോപ്പർ ആവണം, അതുകൊണ്ടാണ്. ഇനി റൈറ്റിലേക്ക് പിടിക്കുക. ഇല്ല, ഇതെല്ലാം മാജിക് വരാൻ പോണേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ റൈറ്റിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മിഡിലായിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിന്റെ നടുവിലത്തെ പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ആ നടുവിലത്തെ പോർഷന് മാത്രം മേലോട്ട് എടുക്കുക. കുറച്ചെടുക്കുക. ബാക്കിയുള്ള കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചാൽ മതി. കയ്യിൽ ഒതുക്കി പിടിച്ചാൽ മതി. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ സിസേഴ്സ് റൈറ്റ് ഹാൻഡിൽ ഉണ്ടല്ലോ അല്ലെ? ഈ സിസേഴ്സ് കൊണ്ട് ഇതിന്റെ എഡ്ജിൽ പിടിച്ചിട്ട് എഡ്ജില് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായി ടൈറ്റായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും. താഴേക്ക് ഇടുക. കട്ട് ചെയ്തല്ലോ അല്ലേ? ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതാണ് പറഞ്ഞ മാജിക്കിന് ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ ആണ് വേണ്ടത്. ആദ്യം ഗുരു എത്രമാത്രം ചെയ്തു നോക്കിക്കഴിഞ്ഞ ശേഷം വേണം. ഓക്കെ, ഇനി ഞാനും കട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും നന്നായിട്ട് കട്ട് ചെയ്യാം. കുറച്ചുകൂടി പോർഷൻ എടുത്തോളൂ. നല്ല ഹാർഡായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇതിന്റെ മിഡിൽ പോർഷൻ എടുത്തതിന് ശേഷം ഈ എഡ്ജിൽ പിടിക്കുക. എന്നിട്ട് മാജിക്കിന്റെ മന്ത്രം ഒരു ഊതണം. ചേച്ചി ഈ ഒരു കോർണറിൽ ഏതെങ്കിലും ഒരു കോർണർ അതെ ഒരു കോർണറിൽ പിടിച്ചിട്ട് ഒന്ന് റൈറ്റ്. എന്നിട്ട് പതുക്കെ നിവർത്തുക. ചേച്ചി നിർത്തു. ഇത് അപ്പൊ ഈ രീതിയിൽ എന്തായാലും ശ്വേതയെ പോയി പഠിപ്പിക്കണ്ട. ഞാൻ എന്താണെന്നറിയോ ഇത് കാരണം പറയാൻ കാരണം ചേച്ചി പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലൊന്നൊരു കാര്യമുണ്ട്. ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് മാജിക് പഠിച്ചില്ലല്ലോ എന്നുള്ളത്. ഞാൻ എന്നോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്. ഇത്രയും കാലമായിട്ട് ചേച്ചിയുടെയും വേണുവേട്ടന്റെ അടുത്തിരുന്നിട്ട് ഒരു പാട്ട് പോലും മൂടാൻ പറ്റിയില്ലല്ലോ. അപ്പൊ എന്ന് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരുന്നോ അന്ന് മാജിക്. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഗോപിയേട്ടാ. വേണുവേട്ടാ, സുജാത ചേച്ചി ഒന്ന് വേഗം